അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്കെല്ലാവർക്കും ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെയുള്ളവരാണ് അല്ലേ? നമുക്കെല്ലാവർക്കും നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ സാധിച്ചു കിട്ടണം എന്നുള്ളവരുമാണ്. പക്ഷെ അതൊന്നും പെട്ടെന്ന് അങ്ങോട്ട് നടന്ന് കിട്ടുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് പോലും അറിയില്ല. ഞാൻ എല്ലാ ഫർദ് നമസ്കാരവും മുടങ്ങാതെ നമസ്കരിക്കുന്നുണ്ട്. ഒന്നും കളയാക്കുന്നത് പോലുമില്ല. കൃത്യസമയത്ത് നമസ്കരിക്കുന്നുണ്ട്, നോമ്പ് നോക്കുന്നുണ്ട്, സ്വലാത്തുകൾ ചൊല്ലുന്നുണ്ട്, ദിക്റുകൾ ചൊല്ലുന്നുണ്ട്. പക്ഷേ എൻ്റെ കാര്യമാകും എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു സന്തോഷവും ഒരു സമാധാനവും മാത്രം ലഭിക്കുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. നമ്മൾ മിക്ക ആൾക്കാരും മിക്ക ആൾക്കാരുടെ ഒരു പ്രശ്നവും ഈ ഒരു കാര്യം അല്ലേ? ഞാൻ എന്ത് ചെയ്തിട്ടും എനിക്ക് മാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നും തരുന്നില്ല എന്ന്. അതിൻ്റെ കാരണം എന്താണെന്ന് എനിക്കറിയുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ പരീക്ഷിക്കുകയാണ്. നിന്റെ ക്ഷമയെ പരീക്ഷിക്കുകയാണ്. നീ എത്രമാത്രം ക്ഷമയുള്ളവനാണ് എന്ന് പരീക്ഷിക്കുകയാണ്. ഇപ്പം നീ ഇതെല്ലാം ചൊല്ലിയിട്ട് അല്ലാഹു തന്നിട്ടില്ല എങ്കിൽ നീ ഇത് ഉപേക്ഷിച്ചു പോകുമോ എന്നെല്ലാം നിന്നെ പരീക്ഷിച്ചു നോക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് നമ്മൾ ചെയ്യുന്ന ദുആയ്ക്ക് ഹൈറ് ഉള്ളതാണ് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കൽ അത് തന്നിരിക്കും. ഹൈറായിട്ടുള്ള കാര്യമാണ് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഇൻഷാ അല്ലാഹ് ഉറപ്പായിട്ടും തരും. നമ്മളത് കാത്തിരിക്കുകയാണ് വേണ്ടത്. ഈ ഇന്നത്തെ വീഡിയോയിൽ എന്താണ് ഞാൻ പറയുന്നത് എന്ന് വെച്ചാൽ, ഈ ഒരു ഇസ്മ നിങ്ങൾ ചൊല്ലി അല്ലാഹുവിനോട് ഒന്ന് ചോദിച്ചു നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ഒരിക്കലും കൈവിടുകയില്ല. ഈ റമദാൻ മാസത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഈ രണ്ട് നിങ്ങളൊന്ന് ചൊല്ലി നോക്കും ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ 99 നാമങ്ങൾ പ്രധാനപ്പെട്ടതാണ്. അതിൽ നിന്നും പ്രധാനപ്പെട്ട 2 ഇസ്മുകളാണ് ഇത്. വെറും 11 പ്രാവശ്യം മാത്രം ചൊല്ലിയാൽ മതി. നമുക്ക് സമയമുള്ളത് എപ്പോഴാണ് ആ സമയത്ത് നിങ്ങൾ ദാനത്തിൽ നിന്ന് നിസ്കാരിച്ച് ഏതെങ്കിലും ഒരു നമസ്കാര ശേഷം ആ നിസ്കാരപ്പായിൽ ഇരുന്നു കൊണ്ട് തന്നെ, ഏറ്റവും കുറഞ്ഞതാണ് ഞാൻ പറഞ്ഞത് 11. ബാക്കിയൊക്കെ നിങ്ങൾക്ക് എത്രയാണോ ചെല്ലാൻ പറ്റുന്നത് അത്രയും ചൊല്ലുക. ഇനി എന്താവശ്യമായിക്കോട്ടെ, വീടില്ലാത്തവനാണ്, ഇനി വിവാഹം ശരിയാകുന്നില്ല, ജോലി ലഭിക്കുന്നില്ല, ഉള്ള ജോലിയിൽ പ്രമോഷൻ വേണം, അല്ലെങ്കിൽ ഭാര്യയുടെ സ്വഭാവം മാറണം, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ നല്ല സ്വഭാവം, ചീത്ത സ്വഭാവങ്ങളൊക്കെ മാറി നല്ല സ്വഭാവത്തിലൊക്കെ എത്തണം, കോടിക്കണക്കിന് കടങ്ങളുണ്ട്, അതെല്ലാം വീട്ടിൽ കിട്ടണം, ഒരു കുഞ്ഞുണ്ടാവണം, ഉള്ള മക്കൾ ഹൈറിലും ബർക്കത്തും ആകണം, നല്ല ബുദ്ധിയും സമാധാനവും ഉള്ള മക്കളാക്കി തരാം എന്നൊക്കെ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടല്ലേ? ഞാൻ ഈ പറയാൻ പോകുന്ന ഈ ഒരു നിങ്ങളൊന്ന് ഒരു 11 പ്രാവശ്യം ഒന്ന് ചൊല്ലി എല്ലാ ദിവസവും, അല്ലെങ്കിൽ എല്ലാ നമസ്കാര ശേഷവും 11 പ്രാവശ്യം ഒന്ന് ചൊല്ലി നോക്കിക്ക്. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച നിങ്ങൾക്ക് തന്നെ കാണാം. ഇസ്മ ഏതാണെന്ന് വെച്ചാൽ യാ ഹയ്യും യാ കയ്യും. നമുക്ക് പെട്ടെന്ന് ചൊല്ലി തീർക്കാൻ പറ്റുന്ന ഒരു ഇസ്മാണ് ഇതില്ലേ? പെട്ടെന്ന് വെറും 11 പ്രാവശ്യം നമുക്ക് ചൊല്ലിയാൽ മതി. ആദ്യം നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടിയിട്ട് 3 സ്വലാത്ത് ചൊല്ലുക. അതിനുശേഷം 11 പ്രാവശ്യം ഈ ഇസ്മുകൾ ചൊല്ലുക, യാ ഹയ്യും യാ കയ്യും. അതിനുശേഷം വീണ്ടും 3 പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടിയിട്ട് വീണ്ടും സ്വലാത്ത് ചൊല്ലുക. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഉറപ്പായിട്ടും നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കൈവിടുകയില്ല. ഹൈറായിട്ടുള്ള കാര്യമാണ് എങ്കിൽ നീ പോലും വിചാരിക്കാത്ത സമയത്ത്, നിനക്ക് എപ്പോഴാണോ നിന്റെ ആഗ്രഹം എത്രയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു സമയം, ആ സമയത്ത് നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കൊണ്ട് തരുക തന്നെ ചെയ്യും. കൈവിടാതെ തന്നെ മുറുക്കെ പിടിച്ചുകൊണ്ട് നീ ഈ ഒരു ഇസ്മ ചൊല്ലി നോക്കിക്കോളൂ. ഇൻഷാ അല്ലാഹ് ഉറപ്പായിട്ടും നിന്റെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും എല്ലാം സാധിച്ചു കിട്ടുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഹൈറും ബർക്കത്തും ഉണ്ടാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.